വരവ് സിനിമയുടെ കോർ പ്ലോട്ട് അർജുൻ അശോകൻ അവതരിപ്പിച്ച വില്ലി എന്ന കഥാപാത്രത്തിൻ്റെ മിസ്സിംഗ് കേസാണ്. ഇപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് മിസ്സിംഗ് ആയത് യഥാർത്ഥത്തിൽ വില്ലി മാത്രമല്ല, അന്വേഷണവും പുതുമയും ഇമോഷനും എല്ലാം കൂടിയാണ്. ആദ്യ സീൻ മുതൽ ഒരു വലിയ ലോകം സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര പശ്ചാത്തലം, പ്രതികാരത്തിൻ്റെ നിഴൽ, മാസ് അവതരണം, ഇപ്പം ഗൗരവമുള്ള മുഖങ്ങൾ എല്ലാം കൃത്യമായിട്ട് ഇവർ നിർത്തിയിട്ടുണ്ട്. ഇത്രയും മികച്ച അഭിനേതാക്കൾക്കിടയിലും സിനിമയ്ക്ക് സ്വന്തമായിട്ട് ഒരു ശബ്ദം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓരോ സീനും അടുത്ത സീനിലേക്ക് പോകുന്നുണ്ട്, പക്ഷേ ഓരോ സംഭവവും പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് എത്തുന്നില്ല. പോലീസിൻ്റെ കേസന്വേഷണവും അവതരണവും ഒക്കെ വൻ ശോകമായിട്ടാണ് സിനിമയിൽ. കേസ് അന്വേഷിക്കുന്നതിനേക്കാൾ ആരെങ്കിലും വന്ന് സംഭവങ്ങൾ വിശദീകരിക്കുന്നത് കേൾക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യമെന്ന് സംഭാഷണങ്ങളിലൂടെ വ്യക്തമാണ്. ഇപ്പം ബാബുരാജ് എടുത്താലും ബോബി കുര്യനും വാണി വിശ്വനാഥും ഒക്കെ ശരിക്കും ഏതാണ്ട് പോഡ്കാസ്റ്റേഴ്സിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നവരെ പോലെയാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ എ കെ സാജൻ്റെ എഴുത്തിൽ പ്രതികാരത്തിന് തീ വേണം എന്നുള്ളൊരു മോഡൊക്കെയാണ്. പക്ഷേ നോൺ ലീനിയറായിട്ട് കഥയെ പല കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടും ഇവിടെ പലപ്പോഴും പുക മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഇപ്പോൾ ഷാജി കൈലാസിൻ്റെ പഴയ സിനിമകളുടെ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു റിസ്റ്റോർ പ്രീവിയസ് വേർഷൻ അടിച്ചു മാറ്റിയതാണോ എന്ന് പോലും ചില സമയത്ത് തോന്നിയാൽ തെറ്റില്ല. ഇപ്പോൾ ക്യാമറ എസ് സർവണനാണ്. ശരിക്കും ഭയങ്കര പവർ പാക്ഡ് അറ്റംപ്റ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ സ്വിങ് ആണെങ്കിലും ലോ ആംഗിള്, മാസ് ഫ്രെയിംസ് എല്ലാം പഴയ ആരാധകരെ സന്തോഷിപ്പിക്കും. പക്ഷേ ക്യാമറ 360 ഡിഗ്രി മാത്രം കറങ്ങിയിട്ട് കാര്യമില്ല. കഥ ഒരു 30 ഡിഗ്രിയെങ്കിലും കറങ്ങിയാലേ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു രസം സിനിമയിൽ നിന്ന് ലഭിക്കത്തുള്ളൂ. ഇപ്പോൾ വരവെന്ന ടൈറ്റിൽ പഴയ ഫോർമുലകൾക്ക് ഒരു വെൽക്കം ബോർഡ് നൽകിയതുപോലെയാണ്. ഇപ്പോൾ സാം സിയസിൻ്റെ BGM ഒക്കെ വന്നു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് C5 വിലങ്ങ് സീരീസിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് അതേപടി എടുത്ത് വീണ്ടും ഓപ്പൺ ആക്കിയതാണോ എന്നൊരു ഡേജാവു ഫീലൊക്കെ ഇടയ്ക്ക് നമുക്ക് വരുന്നുണ്ട്. ജോജു ജോർജ് ആത്മാർത്ഥമായി സിനിമ ചുമക്കുന്നുണ്ട്. ഇപ്പം കിൻഡലിഡി, ഇപ്പം ആൻ്റണി, പൊറിഞ്ചു മറിയം ജോസിൻ്റെയൊക്കെ തുടർച്ചയാണെങ്കിലും സിനിമയിൽ അത് വർക്കാവുന്നുണ്ട് പലയിടത്തും. ബാക്കി പല കഥാപാത്രങ്ങളും ഫ്രെയിമിൽ കാണാൻ വന്ന ഏതാണ്ട് അതിഥികളെ പോലെയാണ്. പ്രത്യേകിച്ച് മുരളി ഗോപിയും ബൈജു സന്തോഷിൻ്റെയും പ്രകടനം മാത്രമേ ഒരു തരത്തിലെങ്കിലും നമുക്ക് ഓക്കെ എന്ന് പറയാൻ പറ്റൂ. ഇപ്പോൾ ഷാജി കൈലാസിൻ്റെ തന്നെ പഴയ മലയാള സിനിമകൾക്കൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു അഡ്മിൻ ഏകദേശം വരവായിരിക്കും. ഈ ഒരു സിനിമയേക്കാൾ പഴയ ടെംപ്ലേറ്റ്സുകളുടെ റീയൂണിയനാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഇപ്പം ഫൈറ്റ് മാസ്റ്റേഴ്സിൻ്റെ താണ്ഡവമാടിയ സിനിമ എന്നായിരുന്നു ഇതിൻ്റെ പ്രൊമോഷൻ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അടിയും പുകയും ചില്ലുപൊട്ടലും തോക്കും ഒക്കെ ധാരാളം ഉണ്ടെങ്കിലും ഓരോ സംഘടനവും കഴിഞ്ഞിട്ടും കഥാപാത്രങ്ങൾ മാറുന്നില്ല, പ്രേക്ഷകൻ്റെ വികാരവും മാറുന്നില്ല. കാരണം സംഭവങ്ങൾ നടക്കുന്നു, അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വരവ് മോശം സിനിമയായി ഓർമ്മയിലേ നിലനിൽക്കില്ല, അതുപോലെ മികച്ച സിനിമയായും നിൽക്കില്ല. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയാൽ ഏറ്റവും വേഗം മിസ്സിംഗ് ആകുന്നത് സിനിമയിലെ ആളല്ല, ഒരുപക്ഷെ സിനിമ തന്നെയായിരിക്കും.